ഭാഗ്യലക്ഷ്മി, ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ഈ പന്തീരങ്കാവ് കേസിലെ പരാതിക്കാരിയായ പെൺകുട്ടിയുടെ പുതിയ 2 വീഡിയോകളാണ്. അതിൽ അവർ പറയുന്നത് ഈ രാഹുലുമായിട്ടുണ്ടായിരുന്നത് ചില സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെയാണ്. ഈ തരത്തിൽ പരാതി കൊടുക്കാനും ഒക്കെ പ്രേരിപ്പിച്ചതും സമ്മർദ്ദം ചെലുത്തിയതും സ്വന്തം വീട്ടുകാരാണ്. ഇനി ആ പ്രശ്നങ്ങൾക്കൊന്നുമില്ല എന്നാണ്. ഈ പെൺകുട്ടി അവസാനം പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഇതിൽ സുഭാഷ് സാർ പറഞ്ഞതുമാതിരി എവിടെയൊക്കെ എന്തൊക്കെയോ ചില സംഭവങ്ങൾ പിന്നിൽ നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്കെല്ലാം സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാകും. ആ കുട്ടി തന്നെ നമ്മൾ കണ്ടാണ് ശരീരത്തിലുള്ള പല പാടുകൾ, ഉപദ്രവിച്ചതായിട്ടുള്ള പല പാടുകളും ആ കുട്ടി തന്നെ കാണിച്ചതാണ്. ഇനി ആ കുട്ടി അച്ഛനമ്മമാർ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണ് എന്ന് പറയുകയാണെങ്കിൽ കൂടി ഒരു ചെറിയ സംശയം, സാധാരണ ഒരു ഭാര്യയും ഭർത്താവും പിരിയുക എന്നുള്ളതിനോട് ഒരിക്കലും യോജിക്കാത്ത ഒരാൾ തന്നെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ കല്യാണം കഴിഞ്ഞ് അടുക്കള കാണാൻ അവർ കണ്ടത് എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം കല്യാണം കഴിഞ്ഞിട്ട് അധിക ദിവസമായിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എടുത്തു ചാടി ഒരു അച്ഛനും അമ്മയും ഈ ജീവിതം വേണ്ട, വിട്ടുകള എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു മകളെ തിരിച്ചു കൊണ്ടുപോകും. അതായത് ഒരു കാരണവും ഇല്ലാതെ വെറുതെ അയാൾക്ക് മുമ്പ് ഒരു കല്യാണം നടന്നതായിട്ടുള്ള ഒരു ആരോപണത്തിൻ്റെ പേരിൽ മാത്രം അയാളെ, ആ പെൺകുട്ടിയെ ഇനി നീ അവൻ്റെ കൂടെ ജീവിക്കണ്ട, അതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ കള്ളത്തരം പറയണം, നിന്നെ ദ്രോഹിച്ചതായിട്ട് പറയണം, നിന്നെ ശാരീരിക ഉപദ്രവം നടത്തിയതായിട്ട് പറയണം എന്ന് ഒരു അച്ഛനും അമ്മയും ഒരു മകളെ ഉപദേശിച്ചു എന്ന് പറയുന്നതിലൊക്കെ, അപ്പോൾ ഇതിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്വൽ തന്നെ നോക്കൂ. കയ്യിൽ പാട്, കഴുത്തിൽ പാട്, ഇങ്ങനെ കുറേ അധികം പാടുകൾ. അന്ന് ഞാനും ഒക്കെ അത് കണ്ടതാണ്. ഇപ്പോഴും സംസാരിക്കുന്നതും ഞാൻ കണ്ടതാണ്. ഒരു പക്ഷേ ഈ കുട്ടിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത്, ഈ കുട്ടിയെ ഇവർ വിളിച്ചു കൊണ്ടുപോയി സമാധാനപ്പെടുത്തിയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ കുട്ടിയെ സംബന്ധിച്ച് അയാളോട് നല്ല സ്നേഹം തന്നെ ഉണ്ട്, അന്നുമുണ്ട് ഇന്നുമുണ്ട്. അന്ന് ആ ഒരു സാഹചര്യത്തിൽ ആ വേദന സഹിക്കാൻ വയ്യാതെ ആ കുട്ടി പലതും പറഞ്ഞത് തന്നെയാണ്. ഇന്ന് അതെല്ലാം മറന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടിക്ക് അത് മറക്കാനും ക്ഷമിക്കാനും സാധിച്ചു. അപ്പോൾ ആ കുട്ടിയെ സ്വാധീനിക്കുന്നവർക്ക് കുറെ കൂടി എളുപ്പമാണ് ആ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. അതായത് നിനക്ക് ഇനി ഒരിക്കലും ഒരു വിവാഹം കഴിക്കാൻ സാധിക്കില്ല, നീ ഒറ്റപ്പെട്ടു പോകും, കുറേ നാൾ കഴിയുമ്പോൾ ഈ അച്ഛനും അമ്മയൊന്നും. ഇതൊക്കെ നമ്മൾ സ്ഥിരം ഒരുപാട് പെൺകുട്ടികളിൽ നിന്നും ഒരുപാട് കുടുംബ ബന്ധങ്ങളിലൊക്കെ കേൾക്കുന്ന വാക്കുകളാണ്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത്ര പ്രായമുള്ള കുട്ടിയൊന്നും അല്ലല്ലോ, ചെറിയ കുട്ടിയല്ലേ. ആ കുട്ടി ആ ഇതിൽ എന്താ പറയാ, ഒരു വീണു പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വന്തം മകളുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ, മാതാപിതാക്കൾ എന്ന നിലയിൽ അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് വേഗം തന്നെ അച്ഛനും അമ്മയും വിശ്വാസത്തിലെടുക്കാൻ പറ്റണ്ടേ? പക്ഷെ അവരിപ്പോഴും പറയുന്നത് ആ പെൺകുട്ടി മറ്റാരുടെ സമ്മർദ്ദം മൂലം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു എന്നാണല്ലോ. ജീവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് ഇവിടെ. എല്ലാവരെയും നമുക്ക് ഇങ്ങനെ ബോധവൽക്കരിക്കാനൊന്നും സാധിക്കില്ല. ആ കുട്ടിയെ സംബന്ധിച്ച് അച്ഛനമ്മയേക്കാൾ കൂടുതൽ അയാളാണ് പ്രധാനം. ഇനി ഒരു പക്ഷേ ഇതിൻ്റെ പേരിൽ എനിക്ക് ഇനി ഒരിക്കലും ഒരു വിവാഹ ജീവിതം ഉണ്ടാവില്ല എന്നൊരു ഭയം ഒക്കെ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നിരിക്കും തീർച്ചയായിട്ടും. അതിന് പിന്നിൽ ഒരുപാട് പേര് ആ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഹലോ, കേൾക്കുന്നുണ്ട് ശ്രീമതി ഭാഗ്യലക്ഷ്മി, താങ്കൾ പറഞ്ഞതെല്ലാം കേട്ടു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇനി ഭർത്താവിനൊപ്പം ജീവിക്കാനാണ് ആ പെൺകുട്ടി ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നിട്ടാണ് ഈ പുതിയ വെളിപ്പെടുത്തലുകൾ എങ്കിൽ, മകളുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ മകൾക്കൊപ്പം നിൽക്കുകയല്ലേ ചെയ്യുക? അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം അങ്ങനെ തീരട്ടെ എന്ന് കരുതുകയല്ലേ താങ്കൾ പറഞ്ഞത്? നമ്മൾ ഇതുപോലെ കാണുന്ന സാധാരണ ഒരുപാട് സംഭവങ്ങളിൽ ഒന്നാണിതെങ്കിൽ അത് അങ്ങനെയല്ലേ സംഭവിക്കേണ്ടത്? ഇവിടെ മറിച്ച് പെൺകുട്ടിയെ ഈ ഭർത്തൃ വീട്ടുകാർ കസ്റ്റഡിയിൽ വെച്ച് സമ്മർദ്ദം ചെലുത്തി പറയിപ്പിക്കുകയാണ് എന്നൊരു അച്ഛനും അമ്മയും പറയേണ്ട സാഹചര്യം എന്താണ് അങ്ങനെയാണെങ്കിൽ? സമ്മർദ്ദം ചെലുത്തി പറയിപ്പിക്കുകയാണ് എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും പെൺകുട്ടികൾ തുടങ്ങിയ ഒരു കാര്യമല്ല.
അല്ലല്ല ഞാൻ പറഞ്ഞത് കാലാകാലങ്ങളായിട്ട് അല്ല ആ ഒരുപാട് പെൺകുട്ടിയുടെ അച്ഛൻ പെൺകുട്ടികൾ പറഞ്ഞതാണ്. സ്ഥിരമായിട്ട് അല്ല ഞാൻ ആ പെൺകുട്ടി പറഞ്ഞതല്ല, ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ആ അച്ഛൻ അത് പറയുന്നുണ്ടെങ്കിൽ തന്നെ അച്ഛൻ്റെ ഭാഗത്ത് നിന്നാലും മകളുടെ ഭാഗത്ത് നിന്നാലും എനിക്ക് പറയാനുള്ള, അച്ഛനെ സംബന്ധിച്ച് ഇപ്പോഴും ആ കുട്ടിയുടെ കാര്യത്തിൽ അച്ഛന് നല്ല ആശങ്കയുണ്ട്, വേദനയുണ്ട്. ഇതെല്ലാത്തിനും അപ്പുറം ഒരു അച്ഛനെ സമൂഹത്തിന് മുൻപിൽ ഒരു വൃത്തികെട്ട മനുഷ്യനായി ആ കുട്ടി വലിച്ചെറിഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. കാരണം ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ പെൺകുട്ടി സംസാരിക്കുന്ന വീഡിയോയുടെ താഴെ വന്ന് തെറി വിളിക്കുന്നത് മുഴുവൻ ആ പെൺകുട്ടിയുടെ അച്ഛനെയാണ്. അത്രത്തോളം ആൾക്കാരെ ഈ വ്യക്തികൾക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു. അതെന്തുകൊണ്ടാണ്? പെൺകുട്ടികളുടെ ഭാഗത്തുണ്ടാവുന്ന വീക്ക്നെസ് കൊണ്ടാണ്. അവർക്ക് എത്രയോ പെൺകുട്ടികൾ നോക്കൂ, ഇന്നലെ കണ്ട ഒരു പയ്യന് വേണ്ടി സ്വന്തം അച്ഛനെയും അമ്മയും തള്ളിക്കളയുകയും വലിച്ചെറിയുകയും ഉപേക്ഷിക്കുകയും ചെയ്ത് പോകുന്ന കാഴ്ച നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. അവർക്കപ്പോൾ അച്ഛനും അമ്മയും ഒന്നും ഒരു പ്രശ്നമല്ല. ആ കുട്ടിക്ക് ഒരു പക്ഷേ ഇതെല്ലാം കള്ളത്തരമായിരുന്നു എന്നിരിക്കട്ടെ, സിമ്പിളായിട്ടൊരു ചോദ്യം, ഈ അച്ഛനും അമ്മയും അടുക്കള കാണാൻ ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ചെന്ന് ഇവരുടെ കൂടെ ഇറങ്ങി പോരാതിരിക്കാം, അത് സാരമില്ല അച്ഛാ, എനിക്കിത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. എന്നെ അദ്ദേഹം തല്ലിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്നെ തല്ലാനുള്ള അവകാശമുണ്ട് എന്ന് ആ പെൺകുട്ടിക്ക് അവിടെ വെച്ച് തന്നെ പറഞ്ഞ് അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാം. ആ കുട്ടിക്ക് ഇറങ്ങി പോകാതിരിക്കാം. ഇതെല്ലാത്തിനും അപ്പുറം ഈ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് രാഹുലിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ രാജ്യം വിട്ട് ഒളിവിൽ പോകേണ്ട കാര്യവുമില്ല. ഈ നാട്ടിൽ തന്നെ നിന്ന് ഞാൻ അവളോട് യാതൊരു അനീതിയും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത് ഞാൻ തെളിയിക്കും എന്ന് അദ്ദേഹത്തിന് ഇവിടെ നിൽക്കാമായിരുന്നു. അപ്പൊ ഇതെല്ലാം ബുദ്ധിയുള്ള എല്ലാവരും ആലോചിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതിന് പിന്നിൽ ഒരു ബ്രെയിൻ വാഷ് നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷേ ആ പെൺകുട്ടിയെ സംബന്ധിച്ച് അതിങ്ങനെ വേവർ ചെയ്തുകൊണ്ടേയിരിക്കും, അതിങ്ങനെ നിമിഷം നിമിഷം ആ കുട്ടിയുടെ ഇത് മാറിക്കൊണ്ടേയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.